പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരായ ആരോപണങ്ങൾക്ക് താൽക്കാലികമായ വെടിനിർത്തൽ. PV അൻവർ MLAയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം. മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടന്നു എന്ന വിലയിരുത്തലിനൊടുവിലാണ് തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന് അൻവറിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഇനി കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത്. ഇതോടെയാണ് പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും അൻവർ പിൻവാങ്ങിയത്. ആഭ്യന്തര വകുപ്പുമായും ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണ കിട്ടാൻ PV അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ഇതിനിടെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. പരസ്യമായി ഇത്തരം ആരോപണങ്ങൾ നടത്തിയത് ശരിയാണോ എന്ന് അൻവർ പരിശോധിക്കണമെന്നായിരുന്നു രാമകൃഷ്ണന്റെ പ്രതികരണം. ആദ്യം ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടത് പാർട്ടിയെ ആയിരുന്നുവെന്ന് ആണ് രാമകൃഷ്ണൻ പറഞ്ഞത്. ഇതിനൊടുവിലാണ് അൻവർ തന്റെ ദൗത്യം അവസാനിച്ചെന്നും ഇനിയെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞത്. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ ഉണ്ടാക്കിയത് ചെറിയ കോളിളക്കമായിരുന്നില്ല. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങളെ ആയുധമായി എടുത്തു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടതും അതുതന്നെയായിരുന്നു. തന്റെ കീഴിലുള്ള ഒരു സേനയ്ക്കുള്ളിലും ഓഫീസിലും നടക്കുന്ന കാര്യങ്ങളെ പുറം ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു അൻവറിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിട്ടത്. ഇതിന് കരുക്കൾ നീക്കിയതാകട്ടെ KT ജലീലും. കൊലപാതകം, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ADGPക്കെതിരെ അൻവർ MLA ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തിനെതിരെ എങ്ങനെ അന്വേഷണം നടത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരേ സമയം മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും ആജ്ഞാനുവർത്തിയായാണ് അജിത് കുമാറിനെ സേനയ്ക്കുള്ളിലും പാർട്ടിയിലും അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്ന് വരുത്താൻ അജിത് കുമാർ നേരത്തെ നടത്തിയ ഒരു നീക്കം മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെ വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് PS സരിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം വിവാദമായതോടെ അജിത് കുമാറിനെ ആ തസ്തികയിൽ നിന്നും മാറ്റി. ADGP പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന അപ്രധാനമായ തസ്തികയിലേക്കായിരുന്നു പിന്നീടുള്ള നിയമനം. 4 മാസം തികയും മുമ്പ് സർവശക്തനായി ക്രമസമാധാന ചുമതലയുള്ള ADGPയായി പോലീസിൽ രണ്ടാമനായി അദ്ദേഹം തിരിച്ചെത്തി. പിന്നീട് അങ്ങോട്ട് P ശശി അജിത് കുമാർ കൂട്ടുകെട്ട് പോലീസ് ഭരണം പൂർണ്ണമായും കൈയടക്കി. പരിഷ്കാരങ്ങളിൽ പലതിലും IPSകാരും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും എതിർപ്പുമായി എത്തിയെങ്കിലും ഒന്നും മുകളിലെത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി നോക്കിയെന്നാണ് ആരോപണം. സൂപ്പർ DGP എന്നാണ് അജിത് കുമാർ പോലീസിനകത്തും പുറത്തും വിശേഷിക്കപ്പെടുന്നത്. DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആദ്യം ഇടപെടാതെ മടിച്ചു നിന്നെങ്കിലും 1 വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടിയതോടെ സേനയിൽ പിടിമുറുക്കാൻ തുടങ്ങി. ഒതുങ്ങി നിന്ന മറുപക്ഷവും അദ്ദേഹത്തിനൊപ്പം കൂടിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. CPMൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ PV അൻവർ നേരിട്ട് രംഗത്തെത്തുകയും പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം അടക്കം പുറത്തുവരികയും ചെയ്തതോടെ എതിർപക്ഷം കൂടുതൽ സജീവമായി.